ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. സ്പാർക്കിലെ വിവരങ്ങൾ ചോർന്നിട്ടില്ല എന്ന് സർക്കാർ ഹൈക്കോടതിയിൽ. ജീവനക്കാർക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള സന്ദേശം ഭരണഘടനാപരമെന്നും സർക്കാർ സത്യവാങ്മൂലം. ശ്യാം ദേവരാജ് വിവരങ്ങളുമായി ചേരുകയാണ്. ശ്യാം, ഇന്നാണ് കോടതിയെ ബോധിപ്പിക്കേണ്ടത്. അവിടെ നിന്നാണ് ഇനി തീരുമാനവും വരേണ്ടത്. എന്താണ് സർക്കാർ നിലപാട്? സ്പാർക്കിലെ ഡാറ്റ ചോർച്ചയുമായി ബന്ധപ്പെട്ടാണ് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത്. ഈ സത്യവാങ്മൂലത്തിൽ സർക്കാർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതാണ്. ഡേറ്റയുമായി സ്പാർക്കിലെ വിവരങ്ങൾ ചോർന്നിട്ടില്ല എന്നാണ് സർക്കാർ ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം. വിവരങ്ങൾ ചോർന്നിട്ടുണ്ടാകുമെന്ന അനുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഹർജിക്കാർ ഹൈക്കോടതിയെ സമീപിച്ചത്. മതിയായ തെളിവുകളില്ലാതെയാണ് ഹർജിക്കാർ ഹൈക്കോടതിയെ സമീപിച്ചത്. വിവര ചോർച്ചയ്ക്ക് സാങ്കേതിക തെളിവുകളുടെ രേഖയോ പിൻബലമോ ഇല്ല. ജീവനക്കാർക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള സന്ദേശം ഭരണഘടനാപരമാണ് എന്ന് കൂടി ഈ സർക്കാർ ഹൈക്കോടതിയിൽ നൽകിയ മറുപടി സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട്. ബജറ്റിലെ ഉറപ്പ് നടപ്പാക്കിയെന്ന വിവരം അറിയിക്കുക മാത്രമാണ് ചെയ്തത്. DA ഉൾപ്പെടെയുള്ള അതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വന്ന സന്ദേശങ്ങളെ സംബന്ധിച്ച് ഇത്തരം സന്ദേശങ്ങൾക്ക് രാഷ്ട്രീയ സ്വഭാവമില്ല എന്ന് കൂടി സർക്കാർ ഹൈക്കോടതി അറിയിക്കുന്നുണ്ട്. രാഷ്ട്രീയ ഉദ്ദേശത്തോടെയാണെന്ന ആക്ഷേപം ഹർജിക്കാരുടെ അനുമാനം മാത്രമാണ്. ഈ ഹർജി നിലനിൽക്കില്ല എന്ന കാര്യവും കൂടിയാണ് സംസ്ഥാന സർക്കാർ ഹൈക്കോടതി അറിയിച്ചത്. ഇന്ന് ഈ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരുമ്പോഴാണ് സർക്കാർ ഈ രീതിയിലുള്ള ഒരു സത്യവാങ്മൂലം നൽകുന്നത്. ഇന്ന് ഹൈക്കോടതി പറഞ്ഞത് ഇതിന്മേൽ വിശദമായ വാദം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് കേൾക്കാമെന്നാണ്. സംസ്ഥാന സർക്കാരിന് വേണ്ടി അഡ്വക്കേറ്റ് ജനറൽ K. ഗോപാലകൃഷ്ണൻ കുറുപ്പാണ് ഇന്ന് ഹൈക്കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തത്. ഇതിൽ പറഞ്ഞൊരു കാര്യം ഹൈക്കോടതി നിർദ്ദേശിച്ചത് ഇന്ന് വരെ ആണ് നേരത്തെ സന്ദേശങ്ങൾക്ക് വാക്കാലുള്ള വിലക്ക് ഏർപ്പെടുത്തിയിരുന്നത്. അത് വെള്ളിയാഴ്ച വരെ, ഇന്ന് വരെ സന്ദേശങ്ങൾ അയക്കില്ല എന്ന് സർക്കാർ ഉറപ്പ് നൽകിയിരുന്നു. ഈ ഉറപ്പ് തിങ്കളാഴ്ച വരെ പാലിക്കണമെന്നാണ് ഹൈക്കോടതി നൽകിയ നിർദ്ദേശം. തിങ്കളാഴ്ച വരെ പാലിക്കാമെന്ന് സർക്കാർ ഹൈക്കോടതി അറിയിക്കുകയും ചെയ്തു. ശരി, ശ്യാം ദേവരാജാണ് വിവരങ്ങൾ നൽകിയത്. കോടതിയിൽ നിന്നുള്ള തീരുമാനം രാഷ്ട്രീയാകാംക്ഷ ഏറ്റുന്നതാണ്.